നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് മലയാളികളുടെ അഭിമാന നിമിഷം. അങ്ങനെ 4ാം തവണ മമ്മൂക്ക ദേശീയ പുരസ്കാരം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം തൂക്കിയിരിക്കുകയാണ്. രാജ്യ തലസ്ഥാനത്ത് പ്രഖ്യാപിച്ച 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മലയാള സിനിമയ്ക്ക് വൻ നേട്ടവും തിളക്കവുമാർന്ന അംഗീകാരവും. ഇന്ത്യൻ ചലച്ചിത്ര ലോകം ഒന്നടങ്കം കാത്തിരുന്ന മികച്ച നടനുള്ള പുരസ്കാരം മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിക്ക് സ്വന്തം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റി എന്ന നിഗൂഢവും അമാനുഷികവുമായ കഥാപാത്രത്തെ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയതിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചത്. ഇതോടെ കരിയറിലെ 4ാമത്തെ ദേശീയ പുരസ്കാരമാണ് ഈ അഭിനയ പ്രതിഭ മലയാള മണ്ണിൽ എത്തിച്ചിരിക്കുന്നത്. ഹിന്ദി ചിത്രം ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധേയരായ കാർത്തിക് ആര്യനുമായാണ് മമ്മൂട്ടി ഇത്തവണ മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടത്. മാത്രവുമല്ല, 34 ഭാഷകളിൽ നിന്നായി 400 സിനിമകൾ മാറ്റുരച്ച കടുത്ത മത്സരത്തിനൊടുവിലാണ് ദേശീയ ചലച്ചിത്ര വേദിയിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ വീണ്ടും ചരിത്രം കുറിച്ചത്. പൂർണ്ണമായും കറുപ്പും വെളുപ്പുമായി തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ചർച്ചയായി മാറിയ ചിത്രമാണ് ബ്രഹ്മയുഗം. മുൻപ് മമ്മൂട്ടി ചെയ്ത ഒരു കഥാപാത്രവുമായും സാമ്യം കണ്ടെത്താൻ കഴിയാത്ത വിധം ഓരോ നോട്ടത്തിലും ചിരിയിലും നിഗൂഢതകൾ ഒളിപ്പിച്ച കൊടുമൺ പോറ്റി എന്ന ഭാവ പകർച്ച ജൂറിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചുപറ്റുകയായിരുന്നു. ഈ പ്രകടനത്തിന് മുൻപ് മമ്മൂട്ടിക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു. മുൻപ് 1989 ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ എന്നീ ചിത്രങ്ങൾക്കും 1993 വിധേയൻ, അതുപോലെ തന്നെ പൊന്തൻമാട എന്നീ ചിത്രങ്ങൾക്കും 1999 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന ചിത്രത്തിനുമാണ് മമ്മൂട്ടി ഇതിനു മുൻപ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത്. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം നേടിയ അഭിനേതാക്കളിൽ ഒരാളെന്ന റെക്കോർഡും 4 പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടി കാത്തു സൂക്ഷിക്കുകയാണ്. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തിന് പുറമെ മറ്റ് വിഭാഗങ്ങളിലും മലയാള സിനിമയ്ക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. ബ്രഹ്മയുഗത്തിലെ ഉജ്ജ്വലമായ ദൃശ്യാവിഷ്കാരത്തിലൂടെ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രഹത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. നവാഗത സംവിധായകൻ ജിതിൻ ലാൽ ഒരുക്കിയ അജയന്റെ 2ാം മോഷണം, അതായത് ARM എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനത്തിലൂടെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം വൈക്കം വിജയലക്ഷ്മി കരസ്ഥമാക്കി. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ്. നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഭദ്രകാളി നാടകം പ്രത്യേക ജൂറി പരാമർശത്തിനും അർഹമായിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ആർട്ടിക്കിൾ 370 മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയപ്പോൾ ബ്രഹ്മാണ്ഡ ചിത്രമായ കൽക്കി 2898 AD മികച്ച ജനപ്രിയ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തമിഴ് സിനിമകൾ ധനുഷ് സംവിധാനം ചെയ്ത രായൻ മികച്ച തമിഴ് സിനിമയായി മാറിയിരുന്നു. കാർത്തിയും അരവിന്ദ് സ്വാമിയും പ്രധാന വേഷങ്ങളിലെത്തിയ മെയ്യഴകൻ, ധനുഷ് നായകനായ ക്യാപ്റ്റൻ മില്ലർ എന്നീ ചിത്രങ്ങൾ പ്രത്യേക ജൂറി പരാമർശം നേടി. ഇതിൽ മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള പുരസ്കാരവും മെയ്യഴകൻ സ്വന്തമാക്കി. മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ GV പ്രകാശനാണുള്ളത്. മികച്ച നടനുള്ള അവാർഡ് 4ാം തവണയും മമ്മൂട്ടിയുടെ കേരളത്തിലേക്ക് എത്തിയതിന്റെ ആവേശത്തിലാണ് ചലച്ചിത്ര ലോകവും സിനിമ ആരാധകരും.